ഈ കുഞ്ഞ് തന്നെ പോലീസിന് കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി എവിടെയാണ്? ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയോ? ആര്യ, ഇപ്പോൾ ഈ കുട്ടിയും കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ വളവട്ടണം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അതിനുശേഷം അല്പസമയത്തിനകം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കും. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഈ കേസിലെ പ്രതി. അതുകൊണ്ട് ജുവനൈൽ വകുപ്പ് പ്രകാരമുള്ള നിയമ നടപടികളായിരിക്കും ഉണ്ടാവുക എന്നതാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. 10 മണിയോടുകൂടി കുഞ്ഞിനെ കാണാതാവുന്നു. തുടർന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി ഏറ്റവും ഒടുവിലാണ് കിണറ്റിനുള്ളിൽ ഈ കുഞ്ഞിനെ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആൾമറയുള്ള കിണറാണ്. 1 മീറ്ററോളം ഉയരമുണ്ട് ഈ ആൾമറയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ട് കിണറ്റിലിട്ടതാകാമെന്ന സംശയം ആദ്യം തന്നെ പോലീസിനുണ്ടായിരുന്നു. എല്ലാ രീതിയിലുമുള്ള പരിശോധനകൾ നടത്തി ചോദ്യം ചെയ്യൽ നടത്തി. അപ്പോഴാണ് ഈ 12 വയസ്സുകാരിയായ ഈ പറയുന്ന കുഞ്ഞിൻ്റെ ബന്ധു ഒരു മൊഴി പോലീസിന് നൽകുന്നു. അതായത് താൻ 9:30 മണിക്ക് പുറത്തേക്ക് ഇറങ്ങി ശുചിമുറിയിൽ പോയി തിരികെ വന്ന സമയത്താണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത് എന്ന്. അതായത് ഈ വാതിൽ പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല, അകത്തുനിന്ന് മാത്രമാണ് തുറക്കാൻ കഴിയുന്നത്. അപ്പോൾ അകത്തുറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അകത്തുനിന്ന് തുറന്നു കൊടുക്കണം. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൊഴി വളരെ നിർണായകമായിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ 12 വയസ്സുകാരിയെ കൊച്ച് ഈ സംഭവം അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നത് താനാണ് എന്ന് ഒരു കുറ്റസമ്മതം നടത്തിയത്. അതിന് ആ കുഞ്ഞ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് കിട്ടുന്ന സ്നേഹം അത് ആ കുഞ്ഞിലേക്ക് പോകുമോ എന്നൊരു ഭയമാണ് എന്നതാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ ഈ 12 വയസ്സുകാരുടെ അച്ഛൻ 3 മാസം മുമ്പ് മരിച്ചുപോയി. 2024 ഡിസംബറാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ ആ സമയം അതിനുശേഷം ഈ മുത്തുവാണ് ഈ 12 വയസ്സുകാരിയെ ഏറ്റെടുത്ത് വളർത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത് വളർത്തിയ സമയത്താണ് മറ്റൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ആ കുഞ്ഞിലേക്ക് തനിക്ക് കിട്ടുന്ന സ്നേഹം പോകുമോ എന്നൊരു ഭയം, അതാണ് ഈ ഒരു കൃത്യത്തിലേക്ക് കുഞ്ഞിനെ നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ജുവനൈൽ നിയമപ്രകാരമുള്ള നിയമ നടപടികളുമായി